2025 പറ്റി ആലോചിക്കുമ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ ഗ്രോത്ത്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പം 2022 ലാസ്റ്റ് ഡിസംബർ നോക്കുമ്പോഴത്തേക്കും എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സെയിം പാറ്റേണിൽ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, എനിക്ക് ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്താ നമ്മളൊരു ഒരു സ്ഥിരത അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ലൂപ്പ്, കറക്റ്റ് ഒരു മെട്രിക്സ് ലൂപ്പ്, ആ ലൂപ്പിനകത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്കതൊരു ഇത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. കാരണം എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലുമൊക്കെ പഠിക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലോ അങ്ങനെ അത്ര ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്, കാര്യങ്ങളെല്ലാം നടക്കുന്നു, എൻ്റെ കൂടെ ഞാൻ കണ്ടന്റ് ഇടുന്നുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ട്, അതിൻ്റെ റീച്ച് വരുന്നുണ്ടോ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്ളോഗർ ആവണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ താല്പര്യം. നമ്മൾ എല്ലാ ദിവസം ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോസ്, അതിനൊക്കെ തന്നെ മൂവി കാണുന്നത്, അതിനൊക്കെ തന്നെ ട്രാവൽ ചെയ്യുന്നത്, അങ്ങനത്തെ വീഡിയോസ് ഇടണം, അങ്ങനത്തെ വീഡിയോസിലൂടെ റീച്ച് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. റീച്ച് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം ഒരു കാന്തല്ലൂർ ട്രിപ്പ് പോകുന്നത്. കാന്തല്ലൂർ ട്രാവൽസ് ഓൾ മേരി എന്ന് പറയുന്നൊരു ചേച്ചിയായിട്ട് ചേർത്തിട്ട് അവിടെ കാന്തല്ലൂർ ട്രിപ്പ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. ആ പുള്ളിക്കാരനെ പരിചയപ്പെട്ടപ്പോഴത്തേക്കും പുള്ളി അത്യാവശ്യം ഇങ്ങനെ ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണ്, റീൽസൊക്കെ ചെയ്യുന്ന ആളാണ്. അതിൽ കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. എനിക്ക് ആ വീഡിയോസൊക്കെ കാണിച്ചു. ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണിച്ചു തന്നു. ഞങ്ങൾ കമ്പനിയായി, കൂട്ടായി. അത്ര വലിയ കമ്പനിയൊന്നുമില്ല, എന്നാലും കൂട്ടായി. ജസ്റ്റ് ഞാൻ ഫോളോ ചെയ്തു. ഓക്കെ, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അത് കുറേ നാൾ കഴിഞ്ഞു. പിന്നെയും ഇങ്ങനെ ആ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ദിവസം എത്തിയപ്പോഴത്തേക്ക് ഞാനും ഉമ്മി ഒരുമിച്ച് ഓഫീസിൽ പോകുന്നത്. അപ്പം ട്രഷറിയിലാണ് പുള്ളിക്കാരി, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അത് വൈറലായി. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് PSC ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ എങ്ങനെ PSC പഠിച്ചൊരു കണ്ടന്റ് ഇട്ടു. അതും വൈറലായി. പിന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ടന്റ്സ് അങ്ങ് വൈറലാവുക. കാരണം ഇത് ആവശ്യമുള്ള കാര്യമാണല്ലോ, കുട്ടികൾക്ക് ആവശ്യമുള്ള സംഭവമാണല്ലോ. അങ്ങനെ ഒരുപാട് എൻക്വയറി വരിക, എല്ലാവരും മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ MSW ആണ് പഠിച്ചത്, സോഷ്യൽ വർക്കാണ് പഠിച്ചത്. അപ്പോൾ MSW കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് നമ്മളിങ്ങനെ സോഷ്യലി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ആൾക്കാരായിട്ട് സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ആ സോഷ്യലി ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക. അതിനൊക്കെ തന്നെ നമ്മുടെ തെരുവ് നാടകം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഞങ്ങൾ ഇന്ത്യ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഇല്ലേ, അടുത്ത ദിവസം ഇത് ചെയ്യണം, ഇനിയുള്ള പ്ലാൻ ഇതാണ്, ആ ഒരു എനർജി ഇല്ലേ, ആ ഒരു വൈബ്രൻ്റ് നേച്ചർ എനിക്ക് തിരിച്ചു കിട്ടി. എന്നുവെച്ചാൽ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നു, ചേച്ചി അതെന്ത് ചെയ്യും, ഇത് ചേഞ്ച് ചെയ്ത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഒരുപാട് പേരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു. അല്ലാതെ നമുക്ക് ഡെയിലി ലൂപ്പിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ആ ഒരു ഇൻട്രാക്ഷൻസ് ഇല്ല. പക്ഷേ ഇതായപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രീഡമായി. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തോന്നലായി കേട്ടോ. അതെന്നൊക്കെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെന്നൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ ട്യൂഷൻ ഫീൽഡിൽ ഒരുപാട് നാളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഇടയ്ക്ക് വെച്ച് ജോലി കിട്ടി, 2-3 വർഷം ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇതായപ്പോഴത്തേക്ക് എനിക്ക് അതൊരു റീസ്റ്റാർട്ടായി, മനസ്സിലായോ? അപ്പം ഒരിടത്ത് പോസ് ചെയ്തിരുന്ന കാര്യം ഒന്നുകൂടി ക്ലിക്കായി ഒന്നുകൂടി സ്റ്റാർട്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റ് ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള കുറേ കുട്ടികളുണ്ട്, അവർ നമ്മളെ വാല്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വന്നു, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആയി. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്, ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്, വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്, പിന്നെ തിരിച്ച് വരുന്നു, ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ ഒരു പാറ്റേൺ ആയി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല സംഭവം കൊള്ളാം എന്നൊരു ഫീൽ വന്നു. ഓക്കെ, അപ്പം ആ പുള്ളിക്കാരനില്ലേ, നമ്മൾ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട പുള്ളിക്കാരൻ, എനിക്ക് 10K ആയി. 10K ആയപ്പോഴത്തേക്ക് പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു, നല്ല ഗ്രോത്ത് ആണ്, അതാണ്. എന്നിട്ട് ഒരുപാട് മോട്ടിവേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാവൽസ് ഓൾ മേരി എന്ന് പറഞ്ഞ ചേച്ചിയില്ലേ, ട്രിപ്പ് പോകുന്ന ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളിക്കാരി എനിക്ക് നമ്മുടെ 10K ആയപ്പോഴത്തേക്കും നേരിട്ട് വന്നു. പുള്ളിക്കാരി തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇങ്ങനെ ലേഡീസിന് ഓർഗനൈസ് ചെയ്ത് ട്രിപ്പ് കൊണ്ടുവന്ന ഒരു പാക്കേജ് എടുത്ത് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. പുള്ളിക്കാരി വന്ന് എന്നെ നേരിട്ട് കണ്ട് എനിക്ക് ബൊക്കെയൊക്കെ കൊടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ ജോലിയുടെ കൂടെ ഇതും കൂടി മാനേജ് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെസ്സാണെന്നാൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊരു ഐഡിയ എനിക്ക് കിട്ടി. ഓക്കെ, അതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ലൈഫിൽ ആ ഒരു സംഭവം, ആ ഒരു ഡിസിഷൻ എടുത്തു, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 10K ആയപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മൈക്ക് ഈ സംഭവം വാങ്ങിച്ചു തന്നു. കാരണം ആദ്യം ചെയ്യുന്ന വോയിസ് ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് നല്ല ഈസി ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, വീഡിയോ കുറച്ച് ദൂരെ വെച്ചിട്ടാണെങ്കിലും നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ചെറിയൊരു സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും വലിയ സക്സസ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇത് ലക്കിന് അങ്ങനെ സംഭവിച്ചു എന്നുള്ള സംഭവമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. എനിക്കിത് ആഗ്രഹം ഉണ്ടായിരുന്നു,
നമുക്കൊരു സാധനം നമ്മൾ നമ്മൾ ഈ അകത്ത് കിടക്കത്തില്ലേ. എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ഏറ്റവും വലിയൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓക്കെ ഭയങ്കര ഹാപ്പിനെസ് ആണ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ലൈഫിനകത്ത് നമുക്ക് എന്താ കല്യാണം ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും കല്യാണം നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു സംഭവം വരും. എന്താ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ജോലി വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമില്ലേ. ജോലി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ലൈഫ് ചേഞ്ച് ചെയ്യും. അപ്പം നിങ്ങൾ ഇപ്പം പോകുന്ന പാറ്റേൺ നിങ്ങളൊരു ചേഞ്ച് വരത്തില്ലേ. അതേപോലെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന പാറ്റേൺ എനിക്കൊരു വേറെ ചേഞ്ച് വേണം എന്നൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഫീൽഡ് അതല്ല, എനിക്ക് കുറച്ചും കൂടി എൻ്റെ പാർട്ടിന് സ്കിൽഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ, എനിക്ക് പാട്ട് പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ടീച്ചിങ് എനിക്ക് ഇഷ്ടമാണ് ടീച്ചിങ്. പക്ഷേ ആ ഫീൽഡോട് ഞാൻ അത്ര നോക്കിയിട്ടില്ല. കാരണം അതിന് ഓൾറെഡി എനിക്ക് അറിയാവുന്നൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അങ്ങ് ക്ലിക്കാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിങ്ങനെ ഒരുപാട് തപ്പി എന്ത് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി എനിക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു സംഭവമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഞാനൊരു ഡാൻസ് സ്റ്റുഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡാൻസിങ് ഇഷ്ടമാണ്, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ നോക്കി വന്നപ്പോഴാണ് ഒരെണ്ണം ക്ലിക്കായത്. ഓക്കെ, കാരണം നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം ഇതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. 2025 പകുതി ആയപ്പോൾ എനിക്കൊരു ഐഡിയ വന്നിട്ടുണ്ട്. ആ ഐഡിയ കിട്ടി, ഞാനത് പിടിച്ച് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് വരും. നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്, എല്ലാ ദിവസവും റീൽ ചെയ്യുന്നുണ്ട്, പറ്റുന്ന ടൈമിലെല്ലാം യൂട്യൂബിൽ ഞാനൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ആ ഒരു പാഷൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും ആ ഒരു പാഷൻ നിങ്ങളെ മൈൻഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2025 തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2026 അത് വർക്ക് ചെയ്യാൻ നേടിയെടുക്കുക. മനസ്സിലായി? നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. നമുക്കൊരു കാര്യം നമുക്ക് ഡിസൈർ, ഇതാണ് എൻ്റെ ജീവിത അഭിലാഷം, അല്ല ഇതാണ് എൻ്റെ ജീവിതം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് മുമ്പോട്ട് കൊണ്ടുപോകണം. മനസ്സിലായി? ഇനി അതല്ല PSC പഠിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് ഇനി തോന്നുകയാണ് ഓക്കെ എനിക്ക് PSC അല്ല എനിക്ക് അത്ര താല്പര്യം, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം, എനിക്കൊരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നൊരു സംഭവം ചെയ്തിട്ട് എടുക്കാൻ എനിക്ക് താല്പര്യം, PSC ജസ്റ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മക്കളെ ഒരു കാര്യം പറഞ്ഞുതരാം. ആദ്യമേ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് അങ്ങനെ പോകാനുള്ള വലിയ ബാക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് PSC വെച്ച് തുടങ്ങുക, PSC പഠിക്കുക, നിങ്ങൾക്കൊരു ജോലി തരിക, സെക്യൂർ ആവുക, അത് കഴിഞ്ഞിട്ട് പാഷൻ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുക. മനസ്സിലായോ? അല്ലാതെ എല്ലാവരും പറയുന്നത് നമുക്ക് പാഷന് പുറകെ പോകണം അങ്ങനെയല്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യമേ സ്റ്റേബിൾ ആവുക, നമ്മളൊന്ന് സെറ്റിൽ ആവുക. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇൻകം വരുത്തുക, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നിട്ട് അടുത്ത ഡ്രീം കാണുക. മനസ്സിലായോ? അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഞാൻ എൻ്റെ ഭാഗത്ത് തരാൻ പറ്റുന്നൊരു ടിപ്പ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് വരത്തില്ല, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരത്തില്ല, കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2025 ലാസ്റ്റ് പാർട്ടായപ്പോഴത്തേക്കും ഞാൻ ഫേസ്ബുക്കും അതിനൊക്കെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയാസ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി. അതിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കറക്റ്റ് ഒരു ബേസ് ഉണ്ട്. മനസ്സിലായി? ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ കാണുന്നില്ലേ, അപ്പം എനിക്കൊരു ബേസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2026 കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2025 എനിക്ക് കിട്ടി ഈ ഒരു ഫയർ, അല്ലെങ്കിൽ ഈ ഒരു പൊരി ഞാനത് കത്തിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, നിങ്ങളും കറക്റ്റായിട്ട് 2025 നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കിട്ടിയ ഐഡിയ, നിങ്ങൾക്ക് ആ ഒരു സ്പാർക്ക് അത് സൂക്ഷിച്ച് വെക്കുക, അത് കെടാതെ വെക്കുക, അത് നല്ലപോലെ കത്തിക്കുക. അത് 2026 നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നതൊക്കെ? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ജസ്റ്റ് 2025 ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഞാൻ എന്ത് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്റേണലി എനിക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്, അതിനൊക്കെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ്. ഞാൻ കട്ടയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫീൽഡിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന റെസ്പോൺസ് ഇല്ലേ, അതും ഭയങ്കര സപ്പോർട്ടാണ്. അതാണ് നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് സപ്പോർട്ട് തരുന്നത് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും. പക്ഷേ വീഡിയോ ആ കണ്ടന്റ് യൂസ് ആവുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് കാരണമാണ് പിന്നെ നമ്മൾ ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു 100 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. 100 ഡേ ചലഞ്ചിനകത്ത് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞാൻ ഡെയിലി എന്ത് ചെയ്യും, ടോപ്പിക് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്ന്, നിങ്ങൾക്ക് എവിടെ നിന്നാണോ നിങ്ങൾക്ക് സോഴ്സ് ഉള്ളത്, യൂട്യൂബ് സോഴ്സ് ഉണ്ട്, അതിൻ്റെ തന്നെ റാങ്ക് ഫയൽസ് കാണും. അങ്ങനെ കിട്ടുന്ന മെറ്റീരിയൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കാണുക, നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്കും ആ പഠിച്ച സംഭവങ്ങൾ ഞാൻ പോർഷൻ ഇടും. ആ പോർഷൻ ഇടുന്നതിൻ്റെ സംഭവങ്ങൾ ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ,
എന്നേ പറഞ്ഞോളൂ. ഈ ഐഡിയ പോലും എൻ്റെതല്ല, നിങ്ങളുടെ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഓക്കെ ചേച്ചി എനിക്ക് ഇങ്ങനെ എന്താ ടെലിഗ്രാം ചാനൽ തുടങ്ങണം, ടെലിഗ്രാം ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്ന് ഐഡിയ തന്നത് നിങ്ങൾ തന്നെ. ഓക്കെ, അങ്ങനെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ആ 100 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. 100 ഡേ ചലഞ്ചിൻ്റെ അന്ന് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ 100 ഡേ ചലഞ്ച് കഴിയുമ്പോഴത്തേക്കും 2026 ജനുവരി 1 ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ 100 ഡേ ചലഞ്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ കൂടെ വന്ന കുറച്ച് പേരുണ്ട്. അവരെ ഞാൻ ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് കാണുകയാണെങ്കിൽ 100 ഡേ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പകുതി വെച്ച് നിർത്തിപ്പോയ ആൾക്കാർ, അതും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഗ്രൂപ്പിൽ കയറിയ ആൾക്കാർ എല്ലാവരും എനിക്ക് എന്ത് ചെയ്യാമെന്ന് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ ഈ ഗ്രൂപ്പിനകത്ത് എന്ത് കയറിയ കാര്യവും കയറിയിട്ട് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്തു, എത്ര മാത്രം വർക്ക് ചെയ്തു, എന്ത് പറ്റി നിർത്തിപ്പോകാൻ, എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറയാം. ഞാനത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ഒന്ന് ഈവനിങ് ആകുമ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് കളക്ട് ചെയ്തിട്ട് അതിന് നാളെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓരോരുത്തർക്കും 100 ഡേ ചലഞ്ച് അങ്ങേ അറ്റം വരെ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഒത്തിരി സ്നേഹം. കാരണം നിങ്ങളുടെ കൺസിസ്റ്റൻസി ഇതേ കണക്ക് കൊണ്ടുപോവാണെങ്കിൽ 2026 നിങ്ങളുടെ വർഷം ആയിരിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. കാരണം ഇതാണ് എന്താ ഒരു ജോലി വാങ്ങിക്കണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ദിവസവും ഇതൊക്കെ വർക്ക് ചെയ്യുക. ഞാൻ എൻ്റെ പറ്റുന്ന ചലഞ്ചസും കാര്യങ്ങളും ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് ടെലിഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യിക്കുക, എൻ്റെ കൂടെ നിൽക്കുക. നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ ബാച്ച് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറേ കുട്ടികളുണ്ട്. അവർ രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ 1 മണിക്കൂർ എണീറ്റിരുന്ന് എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. അവർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് ക്ലാസ് എടുക്കുന്നത്. അവർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. നല്ല വർക്ക് ഇടുന്നുണ്ട്. എക്സാംസ് ആയാലും പറയുന്ന എല്ലാം കറക്റ്റ് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പം അവർക്കും അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. ഇതല്ലെങ്കിൽ അടുത്ത എക്സാം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, ഉറപ്പാണ്. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ SCRT ബാച്ചിലുള്ള 100 പേരോളം SCRT ബാച്ചിലുണ്ട്. അവരെന്ത് ചെയ്യുക, ആ ഒരു ബേസ് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് അതും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫയർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2026 ജോലി കിട്ടും, ഉറപ്പാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതായിരുന്നു എനിക്ക് പറയാനുള്ളത്. ഈ നമ്മൾ 100 ഡേ ചലഞ്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2026 എന്തൊക്കെയാണ് നമ്മളെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, December 31 2 വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. 2025 സമ്മറിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ മൊത്തത്തിലൊരു ഒരു മെസ്ഡപ്പ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഞാനിത് സ്ക്രിപ്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് എല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടി പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ലായിരിക്കാം. എന്തായിരുന്നാലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, താങ്ക് യു സോ മച്ച്. ബിക്കോസ് എൻ്റെ ഗ്രോത്തിൻ്റെ പിന്നിൽ നിങ്ങൾ ഓരോരുത്തരാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.